ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ഐൽ. ഗൈസ്, ഇന്ന് നമ്മൾ കർണാടോറസായിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഗ്രോത്തൊക്കെ ഇച്ചിരിയേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഇവനെ വെച്ചാണ് കളിക്കുന്നത്. ഇവനെ ഫുൾ ഗ്രോത്ത് ആക്കാൻ നമുക്കിന്ന് നോക്കാം. ഞാൻ എന്ന് വന്നാലും രാത്രി, അതാണ് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. ഞാൻ എപ്പോൾ സ്പോൺ ആയാലും രാത്രി. നമ്മളിപ്പോൾ എങ്ങോട്ട് പോകാനാണ് നോക്കിയത്? ഇവിടെ ഒന്നും ഫുഡും ഇല്ല, ഒന്നുമില്ല. പക്ഷേ നമുക്ക് ആ ഭാഗത്തോട്ട് പോയി നോക്കാം. അവിടെ ആണെങ്കിൽ കുറച്ച് ഫുഡ് അതിനും കിട്ടും. മറ്റേ ആ ഇന്ത്യയുടെ കൂട്ടിരിക്കുന്നു, അവിടെ പോയി നോക്കാം. അത് ഇവൻ എന്ന് എല്ലാനാണ് ഇങ്ങനെ കുലുങ്ങി പോയാൽ. പിന്നെ കഴിച്ച് നമ്മൾ 1Kയുടെ ഭയങ്കര ക്ലോസ് ആണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പവറാക്കണേ. അപ്പം അവിടെ പോയാൽ ഫുഡ് കിട്ടുമെന്ന് എനിക്ക് സംശയം. അവിടെ ഡൈനോസറൊന്നും ഇപ്പോൾ ഇല്ലായിരിക്കും. എന്തായാലും നമുക്ക് അവിടെ വരെ പോയി നോക്കാം. ഈ ചെറുക്കൻ എന്തിനാ കിടക്കുന്നത്? അറിയാതെ കിടക്കുന്നതിലൊക്കെ നിൽക്കുന്നത്. ആ പോ ഇതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. ഒന്നാമത്തെ സൗണ്ട്, അടുത്ത സൗണ്ട് എന്ത് ചെയ്യും? എടാ ഓക്കെ, സെറ്റ്. ഇവിടെ മോനെ ഇങ്ങനെ കാണാൻ ഇവൻ്റെ കൈ ഒരുമാതിരി ചെറിയ കൈ, അതുകൊണ്ട് എന്താ കൂട്ടും ഇവനെ കാണാൻ. ആ കൈയൂരം കുറച്ച് വലുതാണെങ്കിൽ ഇവൻ മാസമായിരിക്കും ഇവനെ കാണാൻ. പിന്നെ ഈ ഗെയിമിൽ ഫുൾ ഹാക്കിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ എക്സിറ്റായി പോകുന്നു, അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്സിറ്റായി പോകുന്നു. കുറേ ഹാക്കൊക്കെ ഉണ്ട് ഇതിലല്ലേ, ഞാനത് ഈ ഇടയ്ക്ക് അറിയുന്നത്. പിന്നെ ചിലവർ പറയുന്നത് മൈൻക്രാഫ്റ്റ് കളിക്കണമെന്നുണ്ട് ബ്രോ. അപ്പം ആരെയും മൈൻക്രാഫ്റ്റിൻ്റെ കളിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കളിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതെന്തുകൂടെ, ഇത് മൊത്തം കാടാണല്ലോ ഇവിടെ. മോനെ ഇതിൻ്റെ അതൊക്കെ മറ്റേ ലവന്മാരൊക്കെ ഇരുന്നാൽ പോലും അറിയത്തില്ല ഡൈനോസറൊക്കെ. ഒന്നാമതേ നമ്മൾ ഇച്ചിരിയേ ഉള്ളൂ, നമ്മളെ കാഴ്ച എളുപ്പമായിരിക്കും. ഇവിടൊന്നും ആരും ഇല്ല. നമുക്ക് മണമൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തേലും ഫുഡ് കിട്ടണ്ടല്ലേ. ഇവിടൊന്നും ആരും ഇല്ലടേ. ഇത് നമ്മളെവിടെ പോയി ഫുഡ് തപ്പാനാണോ ആവോ? അയ്യോ എനിക്കറിയാമായിരുന്നു ഇവിടെ ആരും ഇല്ല. കണ്ടോ, ഇവിടെ ഒരു കുഞ്ഞു പോലും ഇല്ല. കണ്ടോ, ചേടാ. എന്തായാലും ഇവിടെ വരെ വന്ന് കുറച്ച് വെള്ളം കുടിക്കാം. ഇനി ഫുഡ് എവിടെ പോയി നമുക്ക് കിട്ടാനാണോ ആവോ? എന്തായാലും നമ്മുടെ മറ്റേ H4 പോയി നോക്കാം. അവിടെ ആണെങ്കിൽ കുറച്ച് ഫൈറ്റ് ചെയ്യാനും നടക്കുന്ന സ്ഥലമില്ല, അവിടെ ചിലപ്പോൾ ഫുഡ് കാണും. H4 ഭയങ്കര ഫൈറ്റ് കഴിച്ചു. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അതുകൊണ്ട് അവനെ കാച്ചി കഴിച്ചു. നമുക്ക് ഫുഡിനുള്ള വിശന്നൊരു പരുവായിരിക്കും. അവനെ ആ ഫുഡ് എങ്ങനെ എടുക്കണം ഇനി? ഇല്ല, ആ വലിയ സാധനം പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. നമ്മുടെ ഗ്രോത്തൊന്നും ഇച്ചിട്ട് ഉള്ളതുകൊണ്ട് നമ്മളെ ഓടിച്ചിട്ട് നമുക്ക് അടിക്കും. അതിന് അടിക്കുവാണോ അതെന്ത് സാധനമൊന്നും എനിക്കറിയത്തില്ല. എന്തോ ഒരു ഡൈനോസർ അങ്ങ് മേളിലേതോ ഡൈനോസർ നിൽപ്പുണ്ട്. അതെൻ്റെ ടിറക്സാ? അറിയത്തില്ല. രാവിലെ ആവുന്നു. അതുകൊണ്ട് ഇവനെ കിട്ടിയതിനെ ഇച്ചിരിയോട് ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് അവനെ കാച്ചായിരുന്നു. ഇനി അവിടെ ചെന്നിട്ട് കാര്യമില്ല. മറ്റവൻ്റെ അടുത്ത് തന്നെ അവൻ വന്ന് നമ്മളെ കാച്ചും. വെറുതെ നമ്മൾ പോയി എന്തിനാ ചാവുന്നു? ഇവിടെങ്ങാണ്ട് കുറച്ച് ഫുഡുണ്ട്, നമുക്ക് എന്തായാലും പോയി നോക്കാം. അവൻ കാണില്ലേ ഭഗവാനെ? ഉണ്ട്, കണ്ട അവിടെ കിടപ്പുണ്ട് ചെറുകപ്പം. കാണല്ലേ, കാലം കാണില്ല. അതുകൊണ്ട് അവിടെ വേറെ അടി വന്നു കേട്ടോ. അവന്മാരെ അടി കേട്ടോ. എന്തുവാടാ അവിടെ നടക്കുന്നത്? കുറച്ച് ഫൈറ്റിൻ്റെ ഇടയിൽ കയറി എടുത്താലോ? ഈ സമയത്ത് പോയി എടുക്കും. എളുപ്പം പോ. പെട്ടെന്ന്. എവിടാടാ സാധനം? എന്തിയടേ ഫുഡ്? എന്തിയാ കെട്ടി എടുക്ക? എന്തിയടാ സൂക്ഷം വരുന്നില്ല. ഓക്കെ, എടുത്തോണ്ട് ഓടി. കാണല്ലേ, ഓടിക്കോ. അയ്യോ, കണ്ടു കഴിഞ്ഞാൽ സീനാ കഴിച്ചു. അവന്മാർ വന്ന് കാച്ചു. ഇവന്മാർ ചൈനക്കാരാ, അത് പിന്നെ പറയണ്ടല്ലോ. ഇവന്മാർ കാച്ചു എന്തായാലും. അയ്യോ, ഇവിടെ നമുക്ക് ഇച്ചിരി മാറി ഇനി ഫുഡ് കഴിക്കും. അയ്യോ ഞാൻ വെച്ചാൽ എന്നെ കടിക്കാൻ വേണ്ടി വരുമായിരിക്കും. ആ കുഞ്ഞിനെ കടിക്കാൻ വേണ്ടി വന്നേ ഗൈസ്. ഞാൻ പേടിച്ചൊന്നു. ചങ്കേ, നമ്മൾ ഒരേ ഇനമല്ലേ, നമ്മളെ കടിക്കല്ലേ? കടിക്കുമോ അവൻ? ഇല്ലായിരിക്കും. അവൻ അതൊക്കെ ഇട്ട് ഇമോജിയൊക്കെ ഇട്ട് ഇല്ലായിരിക്കുമെന്നൊരു വിശ്വാസം. മോനെ എടുപ്പം ഫുഡ് കഴിക്കും. വിശന്നൊരു പരുവായി. നമ്മുടെ ഗ്രോത്തും ഇച്ചിരി ഉള്ളു, നമ്മൾ വലുതാവുന്നു അതും ഇല്ല. കുറച്ച് വെള്ളം കുടിക്കുള്ളൂ. ഇപ്പം ഇതിൻ്റെ പൊന്നെ ദാഹിച്ചിട്ടും വയ്യായിരുന്നു. അവൻ എന്താ നമ്മളെ നോക്കി അവിടെ നിൽക്കുവാണോ? ഗൈസ്, ഗ്രോത്താണ് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ചേട്ടാ ഇത് വലുതാവുന്നില്ല. 18 മിനിറ്റ് വേണം ഇനി ഇത് വലുതാവാൻ. ഏത് സമയത്ത് ആവാനാണോ ആവും? ഇവിടെ എന്തോ ഇവൻ അടിക്കാൻ വേണ്ടി പോകാനാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിപ്പോൾ അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമാകത്തില്ലേ? ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും അടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ കുറച്ചുകൂടെ ഹെൽത്ത് ഇതാക്കിയിട്ട് അടിക്കുന്നത്. ഇവൻ പോകുന്നുണ്ട്. എൻ്റെ മോനെ മാസമായിട്ടൊക്കെയാണ് പോകുന്നത്. തിരിച്ച് വരണേടാ. അതുകൊണ്ട് അമ്മമാരെ പോയി കടിക്കുക കേട്ടോ. പറ്റൂടെ ഞങ്ങൾ നിന്നെ കൊണ്ട് പറ്റും. നീ ഒറ്റയ്ക്ക് മതിയുടെ അമ്മമാരെ കഴിച്ചാൽ. അവന് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇച്ചിരി ബാക്ക് ഇറങ്ങി നിൽക്കാം. നമുക്ക് ഇവിടെ നിന്ന് ചേട്ടൊക്കെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. എത്ര എണ്ണം ഉണ്ടോ അവിടെ? ടീമൊക്കെ ഉണ്ട്. നമ്മൾ പോകണോ? വേണ്ട. പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കർണയെ കൂട്ടത്തിൽ ഇട്ടടിക്കുന്നുണ്ട് അവന്മാർ. നമുക്ക് പോകണോ? പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചാവും. നമ്മൾ തിരിച്ചു വരത്തില്ല. നമ്മളെന്നെ അവൻ ഓടി കഴിച്ചു. ഞാൻ വെച്ചാൽ അവനെ കൊന്നു കേട്ടോ. നമുക്ക് ഇച്ചിരി ബാക്ക് ഇറങ്ങാം. അവൻ കണ്ടു കഴിഞ്ഞാൽ സീന. അയ്യോ, കാറ്റടിയല്ലേ? ഇല്ല. ഞാൻ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. അവിടെ പൂരം അടിയോണ്ട് ട്രാപ്റ്ററിനെയൊക്കെ പിടിച്ച് പൊട്ടിക്കുന്നു. അയ്യോ നമുക്ക് അവൻ എന്തിനാ?
അവൻ ഓടി കേസ്, അവൻ ഓടി. അതുകൊണ്ട് റാപ്റ്ററായിട്ട് പിന്നെയും റാപ്റ്ററായിട്ട് കടിക്കാൻ തോന്നുന്നു, റാപ്റ്ററായിട്ട് കടിക്കാൻ തോന്നുന്നു. ആടാ ഈ ഗ്രോത്ത് എന്നാവാനാടേ. നമുക്ക് എന്തായാലും പോയി ഫൈറ്റ് എടുക്കാമല്ലോ. നമ്മളെന്തായാലും ഇവിടെ ചുമ്മാ ഇരിക്കുമല്ലേ. ചത്ത് കേസ്, നമുക്ക് എന്തായാലും പോയി നോക്കാം. റോഡിൽ അവന്മാരൊക്കെ വരുന്നുണ്ട്, ഇച്ചിരി റിസ്ക്കാന്ന് തോന്നുന്നു. പോണോ? എനിക്കൊരു പേടിയുണ്ട്. ഈ പോണോ വേണ്ട. എന്തുകൂടെ ആരാണ്ടൊക്കെ കടിച്ചെല്ലൊക്കെ ഓടിക്കുന്നു. അവൻ എണ്ണിച്ച് വെച്ച് പിന്നെ അതുകൊണ്ട് ആരാണ്ടൊക്കെ കാച്ചുന്നു. എന്താ ഡൈനോസറാ അത്? അയ്യോ അതാണ്ട് വരുന്നു. വേണ്ട, പോണ്ട. നമുക്ക് അവൻ്റെ അത്ര സ്പീഡില്ല. തിരിക്കി പെട്ടെന്ന്. അയ്യോ കുത്തുന്നാൻ വരുന്നു. അയ്യോ എന്തി അവൻ വരുന്നുണ്ടോ പുറകിന്? ഇല്ല, അവനെ ആരാണ്ട് കടിക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഓയോ തേണ്ട വരുന്ന എൻ്റെ പൊന്നെ. അയ്യോ അവൻ കടിക്കുക കേട്ടോ, ചുമ്മാ അല്ല അവൻ ഓടി വന്ന് കടിക്കണം അവനെ. അവൻ നല്ല ഡാമേജ് ഇട്ടിട്ടുണ്ട്. കിട്ടിയില്ല. കടിക്ക് എടാ. ഒരെണ്ണം കൊടുത്ത് ഒന്നുകൂടെ അവൻ കറങ്ങി വരുമ്പോൾ ഒരെണ്ണം കൊടുക്കാം. ഓക്കെ, ഒരെണ്ണം കൊടുത്തോ? ഇത് കിട്ടിയോ അവനത്? കിട്ടിയോന്ന് സംശയമായി. അവൻ ഓടി രക്ഷപ്പെട്ടു. ഇനി അവനെ കിട്ടത്തില്ല. അവൻ്റെ അടുത്ത് പോയി കാണും. ചേടാ അവനെ കിട്ടിയതായിരുന്നു. മറ്റവനും വന്നു കേട്ടോ. മറ്റേ ഗിഗയല്ല, ഒരു കർണറ്റോറസും വന്നു. അവൻ മറ്റവനെ കാച്ചാൻ പോകുന്നു. പോടാ അവൻ നല്ല ഡാമേജ്. ഞാനും വരുന്നു. എനിക്കും വന്ന്. ഇവനാണ്ട് വിളിയോ. ഇപ്പം എനിക്കും കിട്ടിയവനെ. ഇപ്പം എന്നെ ഇവന് ആരെയാടാ ഇവന്മാർ കടിക്കുന്നത്? മറ്റവനെ ഓടിച്ചു കേട്ടോ. അവനെ എങ്ങനെയും നമുക്ക് കടിക്കണം ഗൈസ്. അവൻ കടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി കടിക്കാം. നിൽക്കണം അവനെ അവിടെ. അവൻ എക്സിറ്റായി. ഇനി ഇവനെ കാച്ചണം ഗൈസ്. നിൽക്കണം അവിടെ. ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, നല്ല ഡാമേജ് കൊടുത്തിട്ട്. റാപ്റ്ററെ കൊടുക്കണം അവനെ. ഇനി കൊല്ലാൻ എളുപ്പമാണ്. ഇച്ചിരി ഉള്ളു അവൻ്റെ ഹെൽത്ത്, ഇച്ചിരി ഉള്ളു. എടാ എല്ലാവരും കൂട്ടത്തോടാണ് കടിക്കുന്നത്. ഇവൻ എന്തുവാ ഗിഗ ഇങ്ങനെയൊക്കെ പോകുന്നത്? ഗിഗയല്ലല്ലോ കാരണം. കടിക്കും. കൈസ് അവനെ കാച്ചി കഴിച്ചു നമ്മൾ. അത്രേ ഉള്ളു കൈസ്. ഈസി. ഈ ഗിഗ കാരണം ഹാക്കറാണെന്ന് തോന്നുന്നു. എനിക്ക് സംശയമുണ്ട് ചെറിയ. കുറച്ച് ഫുഡ് കഴിക്കാം. എൻ്റെ മോനെ വിശന്നിരിക്കുമ്പം ഇതുപോലെ നല്ല ഫ്രഷ് ഫുഡ് കഴിക്കുമ്പോൾ എന്ത് സുഖമാണെന്നറിയാമോ? മനസ്സുഖം. അതെന്ത് ഡൈനോസറാ പോകുന്നത്? നമുക്ക് അവനെ പോയി കൊന്നാലോ? എല്ലാവരും പോയി നോക്കാമല്ലേ. ഇവൻ ചൈനക്കാരനായിരുന്നു കാരണം. ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് അറിയത്തുമില്ല. നമുക്ക് എന്തായാലും അവനെ പോയി കടിക്കാം. എന്തായാലും നിൽക്കില്ലേ. ഇതെന്ത് ഡൈനോസറാണ് ഇത്? ഒരെണ്ണം കൊടുത്ത് അവൻ ഓടുന്ന കഴിച്ച്. നിൽക്കണം മോനെ അവിടെ. നിൽക്കടാ അവൻ ജീവൻ. അതെന്ത് ഡൈനോസറാണ് ഇത്? ഇതെന്നെ കാണാൻ എന്താ കൂട്ടിരിക്കുന്നു. എന്തിയാടാ അവൻ? ഒരെണ്ണം കൊടുത്താൽ എന്താ സൗണ്ടാടാ അവനെടുത്ത്? നിൽക്കടാ. ഒരു നല്ല ഹിറ്റ് ഇപ്പം ചാവാൻ. ഇവനെന്താ കടിക്കാൻ പറ്റത്ത എനിക്ക്? പെട്ടെന്ന് ഫ്രണ്ട് വാടോ മോനെ. ഇവനെന്താടാ ചാവാത്തേ? അയ്യോ അവനെ കൊന്നു കഴിച്ചു അങ്ങനെ. എൻ്റെ മോനെ സീൻ. ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി കർണാടക അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ എല്ലാവർക്കും ടാറ്റ.